അള്ളാഹുലേക്ക് അടുക്കാനാണ്. പക്ഷെ എന്താണ്, അവര് അള്ളാഹു മാത്രമാണ് റബ്ബ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് റിസ്ക് തരുന്നവൻ എന്ന് വിശ്വസിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ യുദ്ധം ചെയ്ത്, അതുപോലെ തന്നെ അള്ളാഹു അവർ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ അവർ കാഫിറുകൾ എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? അവർ ഈ പറയുന്ന ആരാധന കർമ്മങ്ങൾ അവർ അള്ളാഹുല്ലാത്തവർക്ക് വേണ്ടി കൊടുത്തു. ഇന്ന് ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പറയുന്ന വാദാണെന്ത്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതല്ലാണ്ട് അവർക്ക് സ്വന്തം ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല. ഇത് തന്നെ മക്ക മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നില്ല. അവർ പറഞ്ഞത് എന്താണ്, അവർ ആരാധിച്ചിരുന്ന വസ്തുക്കൾ, അത് ലാത്തിയും ഉസ്സയും ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി, ഇവർക്കൊക്കെ ഒരു ഉപകാരമോ ഒരു ഉപദ്രവോ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. നേരെ മറിച്ചോ അള്ളാഹുവിന് മാത്രമാണ് കൊടുക്കാൻ കഴിവുള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ശുപാർശയെ കുറിച്ച് പറയുന്നതായിട്ട് കാണാം. രണ്ട് രീതിയിലുള്ള ഷഫാഅത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥിരപ്പെടാത്ത ഷഫാഅത്തും സ്ഥിരപ്പെട്ട ഷഫാഅത്തും. സ്ഥിരപ്പെടാത്ത ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന ആളുകൾ. ഉദാഹരണത്തിന് നബിയെ ഖിയാമത്ത് നാളെന്ന് എനിക്ക് ഷഫാഅത്ത്, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണമേ, അതല്ലെങ്കിൽ ബദരീങ്ങൾ എനിക്ക് ഷഫാഅത്ത് ചെയ്യണമേ, ഇങ്ങനെ പറയുന്നതൊക്കെ എന്താണ്, ശിർക്കാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കേൾക്കുകയും പോലില്ല. അപ്പൊ ഈ ശുപാർശകളൊക്കെ എന്താണ്, ഒന്നുമില്ലാതായി പോവുകയാണ്. അപ്പൊ ആ നിഷേധിക്കപ്പെടുന്ന ആ ഷഫാഅത്തിനാണ് എന്തിവിടെ സ്ഥിരപ്പെടാത്ത ഷഫാഅത്ത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇനി സ്ഥിരപ്പെട്ട ഷഫാഅത്ത് നമ്മളെന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് ഷർത്തുകളാണ്. എന്താണ്, അള്ളാഹു തൃപ്തിപ്പെട്ട, അതുപോലെ തന്നെ അള്ളാഹു അനുവദിച്ച ആ ആളുകളല്ലാതെ, ആ ആളുകൾക്കല്ലാതെയും എന്തില്ല, ചുരുക്കി പറഞ്ഞാൽ തൗഹീദുള്ള മുവാഹിദായ ഒരാൾക്ക് മാത്രമേ ഷഫാഅത്ത് കൊടുക്കാനും ഷഫാഅത്ത് ലഭിക്കാനും അള്ളാഹു അനുവാദം ഉണ്ടാവുകയുള്ളൂ. ഈ മൂന്നാമത്തെ അടിസ്ഥാനമാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ട സമൂഹം അറേബ്യയിൽ അന്ന് എല്ലാ രീതിയിലും ശിർക്ക് ചെയ്യുന്ന ആളുകൾ, എല്ലാ വസ്തുക്കളോടും ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവരിൽ കല്ലിനെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു, മരങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ, അമ്പിയാക്കന്മാർ ആരാധിക്കുന്നവർ, ഔലിയാക്കന്മാർ ആരാധിക്കുന്നവർ, അതുപോലെ ജിന്നിനെ ആരാധിക്കുന്നവർ, മലക്കിനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരൊന്നും എന്ത് ചെയ്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേർതിരിവ് കൊണ്ടൊന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരും വധിക്കാനും വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നതു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവസാനിപ്പിക്കുക, ഹത്താ ലാ തകൂന ഫിത്ന നിർത്തുന്നവരെ. ഫിത്ന എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ശിർക്കാണ്. വയകൂന ദീനു കുല്ലുഹു ലില്ലാഹ്, എല്ലാ ദീനും അല്ലാഹുവിന് വേണ്ടി മാത്രം ഉണ്ടാവുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ വധിക്കുക. ഇതാരെ കുറിച്ച് പറഞ്ഞത്, അന്നുണ്ടായ എല്ലാ മുശ്രിക്കീങ്ങളെ കുറിച്ച്. അവിടെ ഒരിക്കലും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരോടും നിങ്ങൾ സഹായം തേടുന്ന ആളുകൾ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ മാറി നിന്നോ, ബാക്കിയുള്ളവരൊക്കെ നബിയെ താങ്കൾ അവരെ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞോ, ഇല്ല. നേരെ മറിച്ചോ വയക്കൂനു ദീനു കുല്ലുഹു ലില്ലാഹ്, എല്ലാ ശിർക്കിനും നിങ്ങൾ അന്ത്യം കുറിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ അവർ സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്നു. അതിന് തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുസ്സിലത്തിൽ പറഞ്ഞതായിട്ട് കാണാം, വമൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമരി വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹും. നിങ്ങൾ സുജൂദ് ചെയ്യരുത്. ആർക്ക്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അതായത് സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, വസ്ജുദു ലില്ലാഹ്, അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക. എന്തുകൊണ്ട്?